പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ദൈവാനുഭവം എന്നുള്ളതാണ്. ഇന്നത്തെ പ്രസംഗത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദൈവാനുഭവമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ്. ഞാൻ ഒരു ദിവസം പനി വന്ന് കട്ടിലേൽ കിടക്കുകയാണ്. അങ്ങനെ കട്ടിലേ കടന്നുകൊണ്ട് ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ വീടിൻ്റെ മുകളിൽ മച്ചാണ്. ആ മച്ചയിൽ മാതാവും യേശുപിതാവും ഉണ്ണീശോയും നിൽക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി കണ്ടു. ഞാനിത് വന്ന് മാതാപിതാക്കളോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അടുത്ത ദൈവാനുഭവം ഉണ്ടാകുന്നത് എൻ്റെ 18-ാം വയസ്സിലാണ്. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ വീട്ടിൽ ഒരു മുറിയിൽ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നെറ്റിയുടെ മുൻപിൽ ഒരു പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശം എന്താണെന്ന് പറയാൻ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രകാശം എൻ്റെ തലയ്ക്ക് ചുറ്റും അങ്ങോട്ട് കറങ്ങി എൻ്റെ തലയിലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കണ്ണടച്ച് കഴിയുമ്പോൾ ഇരുട്ടാണല്ലോ കാണുന്നത്, പക്ഷെ ഞാൻ കണ്ണടച്ച് കഴിയുമ്പോൾ പ്രകാശമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇരുട്ടിലോട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ മുന്നിൽ വലിയ പ്രകാശമാണ് ഞാൻ കാണുന്നത്. അടുത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ മുറിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശരീരം മുഴുവൻ കുലുങ്ങാൻ ആരംഭിച്ചു. ശക്തിയായ ശരീരം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ദിവസങ്ങൾ ഇത് ആവർത്തിച്ചു. അപ്പോൾ ശരീരം കുലുങ്ങിയപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബെന്നി അനുഭവം കേട്ടിട്ടുണ്ടായിരുന്നു. ബെന്നി പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ പല ദിവസവും ശരീരം ശക്തിയായി കുലുങ്ങിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരീരം കുലുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. മൂന്നാമത്തെ എൻ്റെ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൈവച്ച് ഒരാളുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ച് 1 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഭയങ്കര ചൂട് വരും. അത് വലിയൊരു ദൈവാനുഭവമായിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ 100 പേരെ പ്രാർത്ഥിച്ചാൽ 90 പേർക്കും ആ ശക്തമായ ചൂട് വരും. അപ്പോൾ ഈ അനുഭവം ഞാൻ വേറൊരു വ്യക്തിയായിട്ട് പങ്കുവെച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഈശോ അച്ഛനും പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് ചൂട് വരുമായിരുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു എൻ്റെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് പിശാചിനെ പുറത്താക്കുന്ന ദൗത്യമാണ്. പിശാചിനെ പുറത്താക്കുന്ന ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. അതായത് ഒരു പിശാച് കൂടിയ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് പിശാച് കൂടാനുണ്ടായ സംഭവം ഇങ്ങനെയാണ്. അതായത് ഒരു സാത്താൻ സേവക്കാരൻ്റെ വീടിൻ്റെ അപ്പുറയാണ് ഇയാൾ താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി ഇയാൾ ഒരു 11:30 ആയപ്പോൾ അയാളുടെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഈ സാത്താൻ സേവക്കാരൻ്റെ വീട്ടിൽ ആരുമില്ല. ആ വീട് അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഈ സാത്താൻ സേവക്കാരൻ്റെ വീടിൻ്റെ അവിടെ ഇയാൾ എത്തിക്കഴിഞ്ഞപ്പോൾ പട്ടി ഓരിയിടുന്നു, വലിയ ഒച്ച കേട്ടു. അതുപോലെ തന്നെ വവ്വാല് കരയുന്നു, കുറുക്കൻ ഓരിയിടുന്നു. ഇങ്ങനെ ഭയങ്കര ഒച്ചകൾ കേട്ടു. ഇയാൾ ആ സാധാരണ സേവക്കാരൻ്റെ വീട്ടിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു 9 അടി 10 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ പിശാച് മനുഷ്യരൂപം എടുത്ത് നിൽക്കുന്നു. ഇയാൾ ഇത് കണ്ട് പേടിച്ച് തിരിഞ്ഞോടി. അങ്ങനെ തിരിഞ്ഞോടി ഇയാൾ അപ്പുറ വഴിക്കോടെ ഇയാളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചെങ്ങല കുലുങ്ങണ കേൾക്കുന്നു, പിശാച് ഇയാളെ വിളിക്കുന്ന കേൾക്കുന്നു. ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് ഇയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇത് പിശാചാണ്, പിശാചിനെ മാറാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പിശാചിനെ മാറാനായിട്ട് അയാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ അയാൾ ചെങ്ങല കുലുങ്ങണയും കേൾക്കുന്നില്ല, പിശാച് വിളിക്കുന്നതും കേൾക്കുന്നില്ല. പിശാച് അയാളെ വിട്ടുപോയതായി മനസ്സിലായി. അതുപോലെ തന്നെ ചെകുത്താൻ കേസുകൾ ഇതുവരെ ഞാൻ 9 പേര് കൂടുതൽ ഉള്ള പിശാചുക്കളെ ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിയിട്ടുണ്ട്. മറ്റു വന്ന 2 പേര് പിശാച് കൂടിയവർ വന്ന് 2 പേരും തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ 2 പേരും ഒരേപോലെ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിപ്പോയി. ഈ 2 പേരും തമ്മിൽ യാതൊരു പരിചയവും ഇല്ല. അവരൊരിക്കലും ജീവിതത്തിൽ കൂട്ടിമുട്ടിയിട്ടുമില്ല. പരസ്പരം അറിയുകയില്ല. അവർ 2 സ്ഥലത്തു നിന്നാണ് വന്നത്. പക്ഷെ ഈ 2 പേരും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരീരത്തിൽ നിന്നൊരു ഭാരം ഇറങ്ങിപ്പോയെന്ന്.
അതുപോലെ തന്നെ മറ്റൊരു പരിശുദ്ധാത്മാവിന്റെ വരം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ രോഗശാന്തി വരമാണ്. രോഗശാന്തി വരം എനിക്ക് ശക്തമായിട്ട് ഉള്ള ഒരു വരമാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഇതുവരെ 185 കൂടുതൽ രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. എൻ്റെ ദൈവാനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഇത്രയും നേരം ഞാൻ പങ്കുവെച്ചത്. പക്ഷെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ദൈവം ഈ ശക്തി തന്നിരിക്കുന്നത് മൺകലത്തിലാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ മൺപാത്രത്തിൽ ദൈവം ശക്തി തന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൺപാത്രം എപ്പോൾ വേണേലും താഴെ വീണ് ഉടയാം. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണല്ലോ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വചനം വളരെ വ്യക്തമായി പറയുന്നു, കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം എന്ന്. അതുപോലെ മറ്റൊരു വചനം പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന്റെ മേൽ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രകാശം ഞാൻ കാണുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കണ്ണടയ്ക്കുമ്പോൾ പ്രകാശമാണ് കാണുന്നത്, ഇറ്റത്ത് നോക്കുമ്പോൾ പ്രകാശമാണ് കാണുന്നത്. ആ പ്രകാശം എൻ്റെ കർത്താവാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഇത്രയും നേരം എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ദൈവാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ വളരെ ചുരുക്കമായ ഒരു കാര്യം, ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. ഇത്രയും അനുഭവങ്ങൾ എനിക്ക് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ വിശുദ്ധി നോക്കി ദൈവം തന്നതൊന്നുമല്ല ഈ അനുഭവങ്ങളൊന്നും. ദൈവത്തിൻ്റെ ദാനമാണ് ഈ അനുഭവങ്ങൾ എന്ന് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവം ദാനമായിട്ട് തന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ദൈവാനുഭവത്തിൻ്റെ എല്ലാം 100% മഹത്വവും ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. അല്ല എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനിത് പറഞ്ഞതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്ത് എനിക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് രോഗികൾ വരികയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ പിശാച് കൂടിയ അനുഭവങ്ങളുള്ളവർ, പൈശാചികമായ ശല്യമുള്ളവർ, കൂടോത്രത്തിൻ്റെ പ്രശ്നമുള്ളവർ, കൈവശമുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് എന്നെ സമീപിക്കാവുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇത് മാറും എന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. ഞാൻ മാറ്റുന്നതല്ല, ദൈവമാണ് മാറ്റുന്നത്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സഹിക്കപ്പെടുന്നുണ്ട്. രോഗങ്ങൾ സുഖപ്പെടുന്നുണ്ട്, പിശാചികൾ മാറുന്നുണ്ട്. കൂടോത്ര ഞാൻ പലയിടത്ത് ഇറക്കാൻ പോയിട്ടുണ്ട്. കൂടോത്ര ശക്തികളൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ നിർവീര്യമായി പോകുന്നുണ്ട്. അതുപോലെ കൈവശവും ഒക്കെ ഇറക്കാൻ എനിക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഈശോ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഈശോ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറുവാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എല്ലാം അതിൽ കിട്ടും. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ, എന്നെ ഒന്ന് വിളിച്ചിട്ട് വരുവാണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കൊണ്ടിരുന്നതിന് വളരെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.